N20 News. നമസ്കാരം, എൻട്രൻസ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. കീം 2025 അപേക്ഷ നീട്ടി, അവസാന തീയതി മാർച്ച് 12. ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് മെയ് 25-ന്, അവസാന തീയതി ഏപ്രിൽ 15-ന്. ഫുട്വെയർ ഡിസൈൻ എൻട്രൻസ് എക്സാം മെയ് 11-ന്, അപേക്ഷ ഏപ്രിൽ 20 വരെ. യുവിക സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ബഹിരാകാശ ഗവേഷണ പ്രോഗ്രാം. മറൈൻ എഞ്ചിനീയറിംഗ് എൻട്രൻസ് മെയ് 24-ന്, ക്യുസാറ്റിലും പ്രവേശനം. ക്യുസാറ്റ് എൻട്രൻസ് എക്സാം ഓൺലൈൻ അപേക്ഷ മാർച്ച് 23 വരെ. IIT മദ്രാസിൽ ഒളിമ്പിയാഡ് വിന്നേഴ്സിനും പ്രവേശനം. സ്കോപ്പ് റാങ്ക് അനുസരിച്ച് പ്രവേശനം. കേരളത്തിലെ എഞ്ചിനീയറിംഗ്, മെഡിക്കൽ, ബിഫാം പ്രവേശനത്തിനുള്ള കീം 2025 ഓൺലൈൻ ആപ്ലിക്കേഷൻ ce.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി മാർച്ച് 12 വരെ അപേക്ഷിക്കാം. എഞ്ചിനീയറിംഗ്, ബിഫാം പരീക്ഷ ഏപ്രിൽ 24-ന്. ബേസിക് സയൻസ് പ്രവേശനത്തിന് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ബയോളജി ഉൾപ്പെടുന്ന ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് മെയ് 25-ന്. അപേക്ഷാ തീയതിയും മറ്റെല്ലാ വിവരങ്ങളുമായി അതുൽ നമ്മോടൊപ്പം ചേരുന്നു. ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് 2024 മെയ് 25-ന് പരീക്ഷ, ഏപ്രിൽ 15 വരെ അപേക്ഷിക്കാം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്, എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് സ്ഥാപനങ്ങളിലേക്കും IISc ബാംഗ്ലൂർ, IIT മദ്രാസ് എന്നിവിടങ്ങളിലെ ചില കോഴ്സുകളിലേക്കുമുള്ള പ്രവേശനത്തിനായുള്ള ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് 2024 മെയ് 25-ന് നടക്കും. ഐസർ admission.in എന്ന വെബ്സൈറ്റ് വഴി ഇന്ന് മുതൽ ഏപ്രിൽ 15 വരെ അപേക്ഷകൾ സ്വീകരിക്കുന്നതാണ്. 2023-2024 വർഷങ്ങളിൽ +2 പാസ്സായവർക്കും 2025-ൽ പരീക്ഷ എഴുതാൻ പോകുന്നവർക്കും അപേക്ഷിക്കാം. ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ബയോളജി എന്നിവയിൽ ഏതെങ്കിലും 3 വിഷയത്തിൽ +2 തലത്തിൽ പഠിച്ചിരിക്കണം. IAT സ്കോർ ഉപയോഗിച്ച് IISc ബാംഗ്ലൂരിലെയും IIT മദ്രാസിലെയും ചില സംയോജിത പ്രോഗ്രാമുകളിലേക്കും പ്രവേശനം നേടാനാകും. തിരുവനന്തപുരം, ബെഹ്റാംപൂർ, ഭോപ്പാൽ, കൊൽക്കത്ത, മൊഹാലി, പൂനെ, തിരുപ്പതി എന്നിവിടങ്ങളിലെ 7 ഐസറുകളിലായി ആകെ 2333 സീറ്റുകളുണ്ട്. 5 വർഷത്തെ BS, MS ഡുവൽ ഡിഗ്രി, 4 വർഷത്തെ BS പ്രോഗ്രാം, ബിടെക് പ്രോഗ്രാമുകൾ എന്നിവയാണ് പ്രധാന കോഴ്സുകൾ. കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കുന്നതിനും ഐസർ admission.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. നോയിഡ, ചണ്ഡീഗഡ്, ഗുണ, ചെന്നൈ, പാറ്റ്ന, ഹൈദരാബാദ്, കൊൽക്കത്ത, റോഹ്തക്, ജോധ്പൂർ ക്യാമ്പസിലെ ഫുട്വെയർ ഡിസൈൻ, ഫാഷൻ ഡിസൈൻ പ്രോഗ്രാമിലേക്ക് എൻട്രൻസ് എക്സാം മെയ് 11-ന് നടക്കും. അപേക്ഷ fddiadmissions.com എന്ന വെബ്സൈറ്റ് വഴി ഏപ്രിൽ 20 വരെ അപേക്ഷിക്കാം. ശാസ്ത്രം, സാങ്കേതിക വിദ്യ, പ്രായോഗിക തലങ്ങൾ. ISRO ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ നടത്തുന്ന യങ് സയന്റിസ്റ്റ് പ്രോഗ്രാം യുവിക 2 ആഴ്ച ദൈർഘ്യമുള്ള പ്രോഗ്രാം മെയ് 19 മുതൽ 30 വരെ നടക്കും. jignasa.iirs.gov.in/യുവിക എന്ന വെബ്സൈറ്റ് വഴി മാർച്ച് 23 വരെ അപേക്ഷിക്കാം. 2025 ജനുവരി 1-ന് 9ാം ക്ലാസ്സിൽ പഠിക്കുന്നവർക്ക് അപേക്ഷിക്കാം. കേന്ദ്ര സർവകലാശാലയായ ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റിയിലെ എൻട്രൻസ് പരീക്ഷയ്ക്കുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചു. imu.edu.in എന്ന വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ശ്രീദേവി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി പ്രവേശന പരീക്ഷ ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചു. ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി IMUവിലെ വിവിധ കോഴ്സുകളിലേക്കുള്ള പ്രവേശന പരീക്ഷയായ IMU-CET 2024-ന് ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചു. imu.edu.in എന്ന വെബ്സൈറ്റ് വഴി മെയ് 2 വരെ അപേക്ഷകൾ സമർപ്പിക്കാം. കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയത്തിന് കീഴിലുള്ള കേന്ദ്ര സർവകലാശാലയാണ് ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി. കേരളത്തിൽ തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കൊച്ചി, തൃശൂർ, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലായി 86 പരീക്ഷാ കേന്ദ്രങ്ങളുണ്ട്. കുസാറ്റിന് കീഴിലുള്ള കുഞ്ഞാലിമരക്കാർ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലെ മറൈൻ എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് പ്രവേശനം ആഗ്രഹിക്കുന്നവർ കുസാറ്റിന്റെ ഓൺലൈൻ അപേക്ഷയോടൊപ്പം IMU-CET പരീക്ഷയും എഴുതണം. കൊച്ചിക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, വിശാഖപട്ടണം, ചെന്നൈ എന്നിവിടങ്ങളിലും IMUവിന് ക്യാമ്പസുകളുണ്ട്. ഇതിലെ ഏതാനും കോഴ്സുകൾ കൂടി പരിചയപ്പെടാം. ബിടെക് മറൈൻ എഞ്ചിനീയറിംഗ്, BSc നോട്ടിക്കൽ സയൻസ്, MBA പോർട്ട് ആൻഡ് ഷിപ്പിംഗ് മാനേജ്മെന്റ്. IMU-CET 2024-നെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കുന്നതിനുമായി imu.edu.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ക്യാറ്റ്, ക്യുസാറ്റ്, ബിടെക് എൻട്രൻസ് എക്സാം മെയ് 11, 12 തീയതികളിൽ ഓൺലൈനായി നടത്തും.
അപേക്ഷ admissions.cusat.ac.in എന്ന വെബ്സൈറ്റിലൂടെ. മാർച്ച് 23-നാണ് അവസാന തീയതി. നേവൽ ആർക്കിടെക്ചർ, ഫയർ എഞ്ചിനീയറിംഗ്, MSc ഫോട്ടോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ് പോലെ വിവിധ എഞ്ചിനീയറിംഗ് കോഴ്സുകളുടെ പ്രവേശനത്തിനും MSc ഇന്റഗ്രേറ്റഡ് കോഴ്സുകൾക്കുമാണ് ക്യാറ്റ് 2025 റാങ്ക് ഉപയോഗിക്കുന്നത്. നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ഒളിമ്പ്യാഡ് വിന്നേഴ്സിന് IIT മദ്രാസ് JEE അഡ്വാൻസ്ഡ് റാങ്ക് പരിഗണിക്കാതെ സയൻസ് ഒളിമ്പ്യാഡ് എക്സലൻസിന് പ്രത്യേക റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കാം. സ്പോർട്സ് കോട്ട പ്രവേശനം ആദ്യമായി നടപ്പിലാക്കിയതിനു പുറമെ IIT-കളിൽ ഒരു വിദ്യാർത്ഥിയുടെ ആർട്സ് ആൻഡ് കൾച്ചർ എക്സലൻസിനനുസരിച്ച് 2 സീറ്റുകൾ എല്ലാ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിനും പ്രവേശനം അനുവദിക്കും. ഇന്നത്തെ വിദ്യാഭ്യാസ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി.